ഹായ്, ഞാൻ ശംഭു. ട്രിവാൻഡ്രം എസ് മഹീന്ദ്ര ബോഡി ഷോപ്പിൻ്റെ മാനേജറാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു 4 മില്യൺ വ്യൂവേഴ്സ് കിട്ടിയ ഒരു ആക്സിഡന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള KSRTC ബസ്സുമായിട്ട് ഇടിച്ചിട്ട് ബസ്സിൻ്റെ റിയർ ആക്സിലൊക്കെ ഊരിപ്പോയ ഒരു ആക്സിഡന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്കോർപ്പിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ ടോട്ടൽ ലോസ് എന്ന കണ്ടീഷനിലോട്ട് വരികയും കാരണം തന്നെ 15 ലക്ഷം രൂപയ്ക്ക് മേൽ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ ലോസ് എന്ന ഓപ്ഷൻ വയ്ക്കുകയും ചെയ്ത വണ്ടിയാണ്. മഹീന്ദ്രയുടെ ബിൽഡ് ക്വാളിറ്റി ഒന്നുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ഇഞ്ചറിയോ അതുപോലുള്ള ഒരു അപകടമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഈ വണ്ടി പണിയെടുക്കണം എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ വണ്ടിയുടെ ബോഡി ഷെല്ല് മാറി, വണ്ടിയുടെ ചേസ് മാറി, വണ്ടിയുടെ റൈറ്റ് സൈഡ് സസ്പെൻഷൻ പാർട്സ് എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഡാഷ്ബോർഡ്, എയർ ബാഗ് അസംബ്ലി തുടങ്ങിയ പാർട്സുകളെല്ലാം മാറി. അതിനുശേഷം വണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുകയും കസ്റ്റമറിനെ വിളിച്ച് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു. വണ്ടി ഓടിച്ചു നോക്കി, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ഡിമാൻഡ് അനുസരിച്ച് ഞങ്ങളുടെ RTOയുടെ അപ്രൂവൽ എടുത്ത ശേഷം വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്തു. വൈറ്റിൽ നിന്ന് നമ്മൾ കാർബൺ ബ്ലാക്ക് എന്ന ഒരു കളറിലേക്ക് വണ്ടി ചേഞ്ച് ഓവർ ചെയ്തു. ആ ചേഞ്ച് ഓവർ കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും പുള്ളി ഒത്തിരി അപ്രിസിയേഷൻ തരികയും ചെയ്ത ഒരു വർക്കായിരുന്നു ഞങ്ങൾക്കിത്. വർക്ക് അപ്രൂവൽ കിട്ടിയ ശേഷം 2 മാസത്തോളം ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുത്തു. കാര്യം ഇതിൻ്റെ ഷെല്ല്, ചേസ് എന്ന് തുടങ്ങിയ മേജർ പാർട്സ് എത്താനായിട്ടുണ്ടായിരുന്ന ഡിലേ. പാർട്സ് എത്തിയതിനു ശേഷം വളരെ വേഗം തന്നെ ഞങ്ങൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിന് വേറെ ഡിലേയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പാർട്സിനായിട്ടുള്ള ചെറിയൊരു ഡിലേ ഒഴിച്ച് ഞങ്ങൾ വളരെ വേഗം തന്നെ 2 മാസം എന്നുള്ള ചെറിയൊരു ടൈം പീരീഡ് കൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് റിക്കവറി വാനിൽ വണ്ടി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കണ്ടീഷനിലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഈ വാഹനത്തെയാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് ഈ ലെവലിലോട്ട് പുതിയൊരു വണ്ടി എന്നുള്ള കൺസെപ്റ്റിലോട്ട് ഞങ്ങൾ പണിഞ്ഞ് വണ്ടി ഇറക്കി ഹാൻഡ് ഓവർ ചെയ്തത്. ഞങ്ങൾ ഈ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതും ഒരു ന്യൂ കാർ ഡെലിവറി എന്നുള്ള രീതിക്ക് തന്നെയാണ് ഡെലിവറി ചെയ്യുന്നതും. വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ലിഫ്റ്റ് ചെയ്ത് വന്ന വണ്ടി നല്ല രീതിയിൽ കസ്റ്റമർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ലെവലിലോട്ട് ഞങ്ങൾക്ക് ഇത് പണി ചെയ്യാൻ സാധിച്ചു. ഞങ്ങളുടെ SS മഹീന്ദ്ര കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. RTO പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇൻഷുറൻസ് കമ്പനിയുടെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തു. അവരുടെ ഗൈഡൻസ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. കസ്റ്റമറിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു. തിരിച്ചും അതുപോലെ തന്നെ കസ്റ്റമർ ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഓരോ ഡോക്യുമെന്റ്സ് ചോദിക്കുമ്പോഴും എല്ലാ കൃത്യസമയത്ത് എത്തിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ടീം എഫേർട്ടിന്റെ ബലമാണ് ഞങ്ങൾക്ക് ഒരു ടോട്ടൽ ലോസ് പോകേണ്ടിയിരുന്ന വണ്ടി ഇത്ര ഭംഗിയായിട്ട് പണിഞ്ഞിറങ്ങാൻ സാധിച്ചത്. മഹീന്ദ്രയുടെ സൈഡിൽ നിന്നും സപ്പോർട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്സിന്റെ ഒരു പെൻഡിങ് വരുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മഹീന്ദ്ര ടീം ഇടപെട്ട് ഞങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ SS മഹീന്ദ്ര വാഹനങ്ങളുടെ ഏത് തരത്തിലുള്ള ആക്സിഡന്റ് വർക്കുകളും വളരെ വേഗം തന്നെ ഉത്തരവാദിത്വവും വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു എഫേർട്ടല്ല.
ഞങ്ങൾ എല്ലാ വണ്ടികളും ഇതേ എഫോർട്ടിൽ തന്നെയാണ് ഞങ്ങൾ വണ്ടി ഇറക്കി വിടുന്നത്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അതിനായിട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നും ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്നും മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്.